എല്ലാവർക്കും നമസ്കാരം. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സൗജന്യ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഓൺലൈനായി ആരംഭിച്ചിരിക്കുകയാണ്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ ബുക്ക് ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. തിരുപ്പതി സ്പെഷ്യൽ എൻട്രി ദർശൻ ബുക്കിങ്ങിൻ്റെയും ശബരിമല വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെയും വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. എൻഡ് സ്ക്രീനിൽ ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഗുരുവായൂർ ദേവസ്വം .in എന്നാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യം നമുക്ക് സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസിൽ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് OTP വഴി പ്രവേശിച്ച് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് താഴെ യൂസിങ് പാസ്വേഡ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നമുക്കിവിടെ രജിസ്റ്റർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് ഫോട്ടോയിൽ പ്രസ് ചെയ്ത് 1 MB താഴെയുള്ള JPG ഫോർമാറ്റിലുള്ളൊരു ഫോട്ടോ ഇവിടേക്ക് കൊടുത്തതിന് ശേഷം പേരും ഡേറ്റ് ഓഫ് ബർത്തും ജന്മനക്ഷത്രവും അഡ്രസ്സും ഒക്കെ കൊടുത്ത് ഒരു ID പ്രൂഫ് കൊടുക്കേണ്ടതുകൊണ്ട് ID പ്രൂഫിൻ്റെ നമ്പരും കൊടുത്ത് നമുക്ക് സാധാരണ ശബരിമല വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബുക്ക് ചെയ്യുവാൻ സാധിക്കും. സ്ഥിരമായി പോകുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത് പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനായിട്ട് വീണ്ടും നമ്മൾ ഹോം പേജിൽ വന്നതിന് ശേഷം മൊബൈൽ നമ്പർ കൊടുക്കുവാനുള്ള കോളമുണ്ട്. അവിടെ ദർശനത്തിന് പോകുന്ന ഭക്തന്മാരിൽ ആരെയെങ്കിലും ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഗെറ്റ് OTP കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ ഈ മൊബൈൽ നമ്പർ കൊടുത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇടത് സൈഡിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പോപ്പപ്പ് വിൻഡോ കൂടി വരുന്നതാണ്. വായിച്ച് നോക്കി OK കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന ഡാഷ്ബോർഡിൽ ഡൗൺലോഡ് റെസിപ്റ്റ് ഉൾപ്പെടെ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട മറ്റ് സർവീസുകളുടെയൊക്കെ ലിങ്കുകൾ കൊടുത്തിരിക്കുന്ന കാണാം. നമുക്കിനി ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഇടത് സൈഡിൽ മുകളിലായി ദർശൻ എന്ന് കാണാം. ആ ദർശനിൽ പ്രസ് ചെയ്താൽ താഴേക്ക് രണ്ടാമത് ഫ്രീ ദർശൻ എന്ന് കാണാം. ആ ഫ്രീ ദർശനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി കാണാം. അവിടെ നമുക്ക് കൺഫേം എന്ന് കാണാം. ആ കൺഫേമിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് കലണ്ടറിൽ നിന്നും ഡേറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 4 മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഉദയാസ്തമ പൂജയില്ലാത്ത ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമായിരിക്കും ആരംഭത്തിൽ ബുക്കിംഗ് ഉണ്ടായിരിക്കുക. ഇവിടെ നിന്നും ഡേറ്റ് ചൂസ് ചെയ്ത് ഇവിടെ പച്ച നിറത്തിൽ ഗ്രീനിഷ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് അവൈലബിൾ ആയിട്ട് സ്ലോട്ടുകൾ ലഭ്യമായ ഡേറ്റുകൾ. ആ പച്ചയിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ടുകൾ ലഭ്യമാകും. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും ഓരോ മണിക്കൂർ വീതമായിരിക്കും വെർച്വൽ ക്യൂ ഉണ്ടായിരിക്കുക. ഓരോ സ്ലോട്ടിലും 300 പേരെ വീതം അനുവദിക്കും. ഇവയൊക്കെ ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. വരും നാളുകളിൽ കൂടുതൽ ഡേറ്റുകളും കൂടുതൽ സ്ലോട്ടുകളും അനുവദിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് 7, 8, 9, 10 രാവിലെയുള്ള സമയങ്ങളാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണി, 13 എന്നാൽ 1 മണി, 16 എന്നാൽ 4 മണി, 17 എന്നാൽ 5 മണി. താഴത്തെ റോയിലുള്ളത് വൈകിട്ടുള്ള സമയങ്ങളാണ്. ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു സ്ലോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ നീല നിറത്തിൽ വരും. അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് മാക്സിമം 6 ഭക്തരെ വരെ കൂടെ കൂട്ടാം. എത്ര പേരുണ്ടോ അത്രയും പേരുടെ എണ്ണം അവിടെ കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 0 വരും. അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൗജന്യമാണ്, ഫ്രീ ദർശനാണ്. അതിനുശേഷം സെൽഫോ അതേഴ്സോ കൊടുക്കാം. ഒന്നിലധികം പേരുണ്ടെങ്കിൽ അതേഴ്സ് കൊടുക്കാം. തുടർന്ന് മുകളിൽ എത്ര പേരെ സെലക്ട് ചെയ്തോ അവരുടെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള റോ താഴേക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിനുശേഷം ആദ്യത്തെ കോളത്തിൽ ഭക്തൻ്റെ പേരും തുടർന്ന് കലണ്ടർ ചൂസ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ, അതിനുശേഷം ID പ്രൂഫിൻ്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ആധാർ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ കോളേജ് ID കൊടുത്ത് നമ്പർ കൊടുക്കാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. 10 അതിലധികമോ കൂടുതലോ വയസ്സുള്ളവരുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇയറാണിപ്പോൾ കാണിക്കുന്നത് ഇവിടെ. തുടർന്ന് ജന്മനക്ഷത്രം സ്റ്റാർ ഏതാണെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും അത് തിരഞ്ഞെടുക്കണം. കൂടാതെ സെലക്ട് ഫ്രം ഡിവോട്ടി ലിസ്റ്റ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് കൊണ്ടുവരാം. അത് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഉള്ളതാണ്. അതുപോലെ അതിന് തൊട്ടടുത്തായിട്ട് സേവ് ടു ഡിവോട്ടി ലിസ്റ്റ് എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്കത് ആ ലിസ്റ്റിൽ നിന്നും എടുക്കുവാൻ സാധിക്കും ഡിവോട്ടിയെ.
തൊട്ടടുത്ത് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഏത് ID കാർഡാണോ കൊടുത്തത് അതിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. തൊട്ട് മുകളിൽ നമ്പർ ഓഫ് ഡിവോട്ടിയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് താഴെ അത് കുറയുകയും കൂടുകയും ചെയ്യും. പിന്നീട് വേണമെങ്കിൽ നമുക്കത് ഇനിയും എഡിറ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി ആഡ് ടു വിഷ് ലിസ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വലത് സൈഡിലൊരു വിൻഡോ വരും. അവിടെ നമുക്ക് ആദ്യം കൊടുത്ത ഡിവോട്ടിയുടെ പേര് മാത്രമേ കാണിക്കുകയുള്ളൂ. തൊട്ട് താഴെ നമ്മൾ പോകുന്ന ഡേറ്റ് ഉണ്ടാകും. സ്ലോട്ട് എത്ര മണിക്കാണെന്നുള്ളത് കൊടുത്തിരിക്കുന്നിട്ടുണ്ട്. 16 മണി എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. അതിന് തൊട്ട് താഴെയായി നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര ഡിവോട്ടീസ് ഭക്തരുണ്ട് എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തൊട്ട് മുകളിൽ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുക്കിംഗ് ID ലഭിക്കുന്നതാണ്. അതിനുശേഷം കൺഫേം ബുക്കിംഗ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് എക്സലൻറ്റ്, ഗുഡ് തുടങ്ങിയ കുറച്ച് വിൻഡോ വരുന്നതാണ്. ഏതെങ്കിലും ഒന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുത്ത ശേഷം നമുക്ക് മറ്റൊരു പേജിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ദർശൻ തിരഞ്ഞെടുത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അതല്ലെങ്കിൽ വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം ഡൗൺലോഡ് റെസിപ്റ്റ് എന്നവിടെ കാണാം. ആ ഡൗൺലോഡ് റെസിപ്റ്റിൽ പ്രസ് ചെയ്ത് വീണ്ടും നേരത്തെ കണ്ടതുപോലെ ദർശൻ തിരഞ്ഞെടുത്ത് നമുക്കിവിടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനോടൊപ്പം അസൗകര്യമുള്ളവർക്ക് ഇവിടെ ക്യാൻസൽ കൊടുത്താൽ മറ്റുള്ളവർക്ക് ഒരു അവസരമായി അത് മാറും. അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. തുടർന്ന് ഡൗൺലോഡിൽ പ്രസ് ചെയ്താൽ നമുക്ക് വിശദമായ റെസിപ്റ്റ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ബുക്കിംഗ് സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം റിപ്പോർട്ടിംഗ് പ്ലേസ്, സെക്യൂരിറ്റി ഓഫീസർ, ഈസ്റ്റ് നട, ക്യൂ സിസ്റ്റം എന്നവിടെ കാണാം. ഏത് ഗേറ്റ് വഴിയാണ് പ്രവേശിക്കേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്ത സമയത്തിന് അരമണിക്കൂർ മുമ്പുള്ള ഡേറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൈമിൽ അരമണിക്കൂറുള്ള മുമ്പ് ഉള്ള ടൈമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്പർ ഓഫ് പേഴ്സൺസും അവരുടെ എല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ വിശദീകരണവും വിശദമായ ലിസ്റ്റും താഴോട്ട് കാണാൻ സാധിക്കും. താഴെയുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. പ്രധാനമായിട്ടും വേണ്ടുന്നത് ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പി കൈവശമുണ്ടായിരിക്കണം. അതുപോലെ ഗ്രൂപ്പ് ബുക്ക് ചെയ്യുന്നവർ ഒരുമിച്ച് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത്. മറ്റൊരു കാര്യം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ഡ്രസ് കോഡുണ്ട്. അത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചപ്പൽസ്, ഷൂ അങ്ങനെയുള്ളതൊന്നും അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലഗേജ്, സെൽഫോൺ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള അതൊന്നും അനുവദിക്കത്തില്ല. അതൊക്കെ സൂക്ഷിക്കാനായി പ്രത്യേകം കൗണ്ടറുകളുണ്ട്, അവിടെ ഏൽപ്പിക്കണം. മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ദർശനത്തിനായി പോകുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ ഗൂഗിൾ ഗുരുവായൂർ ദേവസ്വം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലിങ്ക് കിട്ടും. അതിനുശേഷം വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നേരെ താഴേക്ക് വരണം. അവിടെ നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുവാനുള്ള കോളം കൊടുത്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുത്ത് മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ ഓക്കെ കൊടുക്കാവുന്നതാണ് വീണ്ടും. അതിനുശേഷം നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കാം. തുടർന്ന് വരുന്ന പേജിൽ ഇടത് സൈഡിൽ മുകളിലായി 3 വരകൾ കാണാം. ആ 3 ലൈൻസിൽ പ്രസ് ചെയ്താൽ അവിടെ ദർശൻ എന്ന് വരും. ആ ദർശനിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വലത് സൈഡിൽ ഫ്രീ ദർശൻ എന്ന് വരും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ താഴെ വന്ന് നമ്മൾ കൺഫേം കൊടുക്കേണ്ടതുണ്ട്. കൺഫേം കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാം. തുടർന്ന് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ആദ്യം ഡേറ്റ്, കലണ്ടർ ചൂസ് ചെയ്ത് ഡേറ്റ് തിരഞ്ഞെടുക്കണം. അതിനുശേഷം സ്ലോട്ട് തിരഞ്ഞെടുക്കണം. സ്ലോട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം താഴെ നമ്പർ ഓഫ് ഡിവോട്ടീസ് എത്ര പേരുണ്ടെന്ന് തിരഞ്ഞെടുക്കണം. ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾ കൊടുക്കാം. അതിനുശേഷം സിംഗിളോ അതേഴ്സോ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. തുടർന്ന് താഴെ ഡിവോട്ടീസിൻ്റെ ഭക്തരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള റോ പ്രത്യക്ഷപ്പെട്ടു വരും. ആ റോയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുകയേ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ആഡ് ടു വിഷ് ലിസ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ നമ്മളുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഒരു വിൻഡോയിൽ കാണിക്കും. അതിനുശേഷം അവിടെ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഒരിക്കൽ കൂടി ഡീറ്റെയിൽസ് കാണിക്കുന്നതും താഴെ വന്ന് നമുക്ക് കൺഫേം ബുക്കിംഗ് കൊടുക്കാവുന്നതാണ്. കൺഫേം ബുക്കിംഗ് കൊടുക്കുന്നതോടുകൂടി പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ ഗുഡോ എക്സലൻറ്റോ കൊടുത്ത ശേഷം ഓക്കെ കൊടുത്ത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ ദർശൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ദർശൻ കൊടുത്ത ശേഷം നമുക്ക് താഴെയായിട്ട് ഡൗൺലോഡിനുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. ആ ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഷെയർ ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും
മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.